ഹലോ, കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാവേ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ദേശീയപാത നിർമ്മാണത്തിനടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ പഞ്ചായത്ത് അംഗം മരിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് അംഗം TM സുരേന്ദ്രനാണ് മരിച്ചത്. ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. കോഴിക്കോട് ചോമ്പാൽ താഴെത്തോട്ടത്തിൽ TT നാണുവാണ് മരിച്ചത്. പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത്. റോഡിലെ കുഴിയിൽ ഓട്ടോ മറിഞ്ഞ് വീട് 7 വയസ്സുകാരി മരിച്ചു. അച്ഛൻ ഓടിച്ച ഓട്ടോ മറിഞ്ഞ് മരിച്ചത് പാണ്ടിക്കാട് ടൗൺ GMLP സ്കൂളിലെ ഹവാസിയ. വടകര ദേശീയപാതയിലെ സർവീസ് റോഡിൽ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ന്യൂമാഹി ചാലക്കര സ്വദേശി ചാലിൽ CKP റഫീഖാണ് ദാരുണമായി മരിച്ചത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യാത്രക്കാരി മരിച്ചു. ലോറി കയറി ഇറങ്ങി കൊല്ലപ്പെട്ടത് ജയന്തി മാർട്ടിൻ. അമ്മയും മകനും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിനിടെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു. ബസ് കയറി പൊങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് മരിച്ചു. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. 27 വയസ്സുകാരൻ ആരോമലാണ് മരിച്ചത്. തിരൂരിൽ അച്ഛൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് കുട്ടി മരിച്ചത് റോഡിലെ കുഴി കാരണമെന്ന് വീട്ടുകാർ. നിങ്ങൾ റോഡാണോ ഉണ്ടാക്കുന്നത് അതോ കുഴിയാണോ ഉണ്ടാക്കുന്നത്? അല്ല, കുഴിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാ കുറേ ദിവസം പണിയെടുത്ത് റോഡ് താറിട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത്? കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇത്രയും മരണങ്ങൾ സംഭവിച്ചത്. ഇതേ റോഡ് പണിയുടെ അനാസ്ഥയാണ് കാസർഗോഡ് ജില്ലയില് ചെറുവത്തൂർ മൈച്ചയിലുണ്ടായ ആ കുന്നിടിച്ചില്. ഇനിയും എത്ര ജീവൻ പോയാലാ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവുന്നേ? റോഡ് പണിയെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കുറെ താറുമിട്ട് നിങ്ങൾ അങ്ങ് പോവും. കൃത്യം ഒരു മഴ പെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ ഇതേ റോഡ് കൊളാവും, കൊളം. അവിടെ കുഴി ഏതാ റോഡ് ഏതാ ദൈവത്തിന് മാത്രം അറിയാം. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ കട്ട് റോഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ താറിടാതെയുള്ള മണ്ണ് മാത്രം ഇട്ടിട്ടുള്ള റോഡ്. ഇതിനേക്കാൾ എത്രയോ നല്ലതാ അത്. ഈ എലക്ഷൻ വരുമ്പോൾ കുറേ റോഡ് പണിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങും. അത് എലക്ഷൻ കഴിയുന്നതിന് മാത്രമാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ. നിങ്ങൾ എന്തുവാ ശരിക്കും ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ഈ എലക്ഷൻ കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഈ കുഴി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതാണോ? ഇനി വേറൊരു കാര്യം കേൾപ്പിച്ചുതരാം. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ ചില കാര്യങ്ങൾ. വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2ാം ബ്രീച്ചിലും 3ാം ബ്രീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു. പക്ഷേ മേഗാ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല ആൾക്കാരോടാ സുരക്ഷാ റിപ്പോർട്ട് ചോദിച്ചേക്കുന്നത്. ഇതേ ദേശീയപാതയുടെ ആൾക്കാരാണ് അവിടെ മണ്ണെടുത്തിട്ട് ഒരു കൂസലില്ലാണ്ടിരുന്നത്. ഇത്രയും വലിയ അപകടത്തിൽ എത്തിച്ചത് അവരെ തന്നെ. എന്നിട്ട് അവരോട് തന്നെ റിപ്പോർട്ട് ചോദിച്ചേക്കുന്നു. നിങ്ങളിങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന രീതിയിൽ റോഡ് ഉണ്ടാക്കി വെക്കരുത്, അപേക്ഷയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതലാണ് ഇതിൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കുഴികളിൽ വീണിട്ട്. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഈ വീരമലക്കുന്നിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് ഒരുപാടുണ്ട്. അത് വേറെ വീഡിയോ ആയിട്ട് വരാം. അത് ഇവരെന്തേലും നടപടി എടുക്കുമെന്ന് നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് കാലം കുറേ ആയേ അതിന് വേണ്ടി നടപടി എടുക്കാമെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതുവരെ ഒന്നും എടുത്തു കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. ശരി എന്നാൽ.